വീക്കെൻഡ് ആയതുകൊണ്ട് നട്ടുച്ച വരെ കിടന്നുറങ്ങായിരുന്ന ഞാൻ കോളിംഗ് ബെല്ല് കേട്ടാട്ടോ എണീക്കുന്നേ. വാതിൽ തുറന്നു നോക്കിയപ്പോൾ നല്ല ഐശ്വര്യമുള്ള കണി. നല്ല ബിരിയാണി പാഴ്സലായി നിൽക്കുന്ന നമ്മുടെ ഫുഡ് ഡെലിവറി ചേട്ടൻ. പിന്നെ ഞാൻ വേഗം പോയി ഫ്രഷ് ആയി വന്ന് പാഴ്സൽ ഓപ്പൺ ചെയ്തു കേട്ടോ. പാഴ്സൽ തുറന്നു നോക്കിയപ്പോൾ നല്ല ചൂട് ബിരിയാണി, സാലഡും നാരങ്ങച്ചാറും പിന്നെ എന്തോ ചമ്മന്തി കൂടെ ഉണ്ടായിരുന്നേ. എല്ലാറ്റിനൊപ്പുറം സേമിയ പായസവും. ഏട്ടൻ സർപ്രൈസ് ആയിട്ട് എനിക്ക് ഓർഡർ ചെയ്തതാണ് ബിരിയാണി. കൂടെ ഒരു ഓംലേറ്റും ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. സേമിയ പായസമാണെങ്കിൽ ഒരു രക്ഷയില്ല. തീരെ കനം കുറഞ്ഞ സേമിയയില്ലേ, ആ സേമിയ കൊണ്ടുള്ള സേമിയ പായസമായിരുന്നേ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആസ്വദിച്ച് തുടങ്ങുമ്പോഴേക്കും അത് കഴിഞ്ഞു പോയി. കാരണം ചെറിയ പാത്രമായിരുന്നേ. ഫുഡടി കഴിഞ്ഞ് വീണ്ടും നട്ടുച്ചയ്ക്ക് വീണ്ടും ഞാൻ കിടന്നുറങ്ങി കേട്ടോ. ആരോ എൻ്റെ പേര് വിളിക്കുന്നത് കേട്ട് ഞെട്ടി എണീക്കായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡാണേ. 10 മിനിറ്റിനുള്ളിൽ റെഡിയാവും, വേഗം നമുക്ക് പുറത്തു പോകണം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഏട്ടൻ. ഞാൻ ഉടനെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ടോപ്പാണ്. നമ്മളിത് മാക്സിൽ നിന്ന് എടുത്തേ. വന്നേ പിന്നെ ഞാൻ അധികം കോട്ടൺ ഡ്രസ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ചൂട് ക്ലൈമറ്റിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ കോട്ടൺ ഡ്രസ്സുകളാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയായി പോകണം. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റെപ്പുള്ള മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. പുറത്തു പോകുന്നത് 2 കാര്യങ്ങൾക്കാട്ടോ. 1, നമുക്ക് ഗ്രോസറി വാങ്ങിക്കണം. 2, നമുക്ക് സ്പൈഡർമാൻ കാണാൻ പോകണം. വീക്കെൻഡ്സിൽ നമ്മുടെ പ്രധാന പരിപാടികളിൽ ഒന്നാണ് ഗ്രോസറി പർച്ചേസ്. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ മോളിലേക്ക് പോവുകയാണേ. 8 മണിക്കാണ് ഷോ. ഇപ്പോൾ ഒരു 7 മണിയായപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. നമ്മൾ ട്രാവൽ ചെയ്ത് കാറൊക്കെ പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ആ ഒരു സമയമായി കേട്ടോ. ഫൈനലി നമ്മൾ സിനിമ കാണാൻ പോവുക. അടിപൊളി സിനിമയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്ട്രീറ്റ് ഫൈറ്റും അതുപോലെ കുറച്ചും കൂടി ഇമോഷണലും ആയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലുലുവിലേക്ക് പർച്ചേസിനാണേ. ഈ ആഴ്ച നമുക്ക് കുറച്ചധികം പർച്ചേസ് ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ഗ്രോസറി പർച്ചേസിങ്ങും വലിയൊരു ബില്ലുമായിട്ട് നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഏട്ടൻ്റെ ടീഷർട്ട് ശ്രദ്ധിച്ച് മണി ഓവർ ഫീലിങ്സ് സിറ്റുവേഷന് പറ്റിയ ടീഷർട്ടാണ്. ഇപ്പോൾ സമയം 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്നായി വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ ഒരു ഫുഡ് സ്പോട്ട് തേടി പോവുകയാണേ. അങ്ങനെ നമ്മൾ നല്ലൊരു ഷവർമ്മ കടയിലെത്തി കേട്ടോ. വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണുന്നില്ലായിരുന്നു. പിന്നെ ഷവർമ്മയ്ക്ക് കിട്ടിയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. മീഡിയം ഷവർമ്മയും 2 പ്ലേറ്റ് ഷവർമ്മയും കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മളൊരു ലൈം ജ്യൂസും മാംഗോ ജ്യൂസും കൂടെ പറഞ്ഞിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സെറ്റായി കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണേ. അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരാം കേട്ടോ. ബൈ ബൈ.